ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. കട്ടിളപ്പാളി കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എല്ലാ കേസിലും ജാമ്യം ലഭിച്ചതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പ കേസിലും ജാമ്യം ലഭിച്ചിരുന്നു. ഉപാധികളോടെയാണ് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം കേസിൽ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗുണമായി. സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉൾപ്പെട്ട നാലാമത്തെയാളാണ് ഇപ്പോൾ ജാമ്യം നേടി പുറത്തിറങ്ങുന്നത്. കുറ്റപത്രം സമർപ്പിക്കാത്തത് പ്രതികളുടെ ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങുന്നുവെന്ന പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് ഒന്നാം പ്രതിയും കൂടി ജാമ്യം നേടിയിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 16-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലാകുന്നത്. 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് പോറ്റി ജാമ്യ ഹർജി സമർപ്പിക്കുന്നത്. ജനുവരി 21-നാണ് ഉപാധികളോടെ ദ്വാരപാലക കേസിൽ പോറ്റിക്ക് ജാമ്യം ലഭിക്കുന്നത്. കട്ടിളപ്പാളി കേസിലും 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായപ്പോൾ പോറ്റി സ്വാഭാവിക ജാമ്യത്തിനായി ഹർജി സമർപ്പിച്ചു. ഇന്നിപ്പോൾ കട്ടിളപ്പാളി കേസിലും പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് കേസന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നില്ലെന്ന് ഇന്നലെ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. മുരാരി ബാബു, സുധീഷ് കുമാർ, ശ്രീകുമാർ എ എന്നിവർക്ക് കേസിൽ മുൻപ് ജാമ്യം ലഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.